ഹൈദരാബാദിൽ യുവതിയെ കൊലപ്പെടുത്തിയ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ ഔട്ടർ റിംഗ് റോഡിൽ മേത്സ്ചൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരം പാതി പൊള്ളലേറ്റ നിലയിലായിരുന്നു. തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് എന്തെങ്കിലും നൽകുന്നുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം, അതായത് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇത് കൊല്ലപ്പെട്ടത് എപ്പോഴാണെന്ന് സംബന്ധിച്ച അന്വേഷണമൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഏതായാലും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കുള്ള ഔട്ടർ റിംഗ് റോഡിന്റെ വശത്താണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതിന് താഴെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ഈ അണ്ടർ പാസേജിലാണ് പാതി കത്തിക്കരിഞ്ഞ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏകദേശം 25-നും 30-നും ഇടയിൽ മാത്രം പ്രായമുള്ള ഒരു യുവതിയുടേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കയ്യിൽ 2 ആളുകളുടെ, ശ്രീകാന്ത് അതുപോലെ തന്നെ ശ്രീകുമാർ എന്നിങ്ങനെ 2 പേരുടെ പേരെഴുതിയ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പോലീസ് പറയുന്നത്. നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തി ഇവിടെ കൊണ്ടിട്ട് കത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. പാറക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപാതകമെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മരിച്ചത് ആരാണ്, അല്ലെങ്കിൽ പിന്നീട് പ്രതികൾ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം മേത്സ്ചൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിലൊന്നും മിസ്സിംഗ് പരാതികളൊന്നും മേത്സ്ചൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടിട്ടതാവാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഒരു മുൻ സൈനികൻ ഭാര്യയെ വെട്ടി നുറുക്കി പാകം ചെയ്ത് മൃതദേഹം കായലിൽ തള്ളുന്ന ഒരു വാർത്ത വന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു യുവതിയെ കൊലപ്പെടുത്തി ഇങ്ങനെ മൃതദേഹം കത്തിച്ച നിലയിലൊക്കെ കാണുന്നത്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വല്ലാതെ ആശങ്കപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ഹൈദരാബാദ് നഗരപരിധിയിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മോദി.